ശ്രീ കെ വി എസ് ഹരിദാസ്, യുക്രൈൻ രൂപീകൃതമായ ശേഷം ആദ്യമായാണ് ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ആ മണ്ണിൽ കാലൂന്നുന്നത്. വിശ്വഗുരു എന്ന വിശേഷണം ഇതിനകം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർജിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔന്നത്യം കുറെ കൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു സന്ദർശനം കൂടിയല്ലേ ഇത്? ഇതൊരു ഹിസ്റ്റോറിക് വിസിറ്റ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദ ഹിസ്റ്റോറിക് എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമാത്രം ചരിത്രപരമാണ് ഈ സന്ദർശനം. നമ്മുടെയൊക്കെ ഒരു 10, 15, 20 വർഷത്തെ ലോക ചരിത്രം പരിശോധിച്ചാൽ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ, സംഘർഷങ്ങളുണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ സമാധാനത്തിന് വേണ്ടി ചർച്ചകൾക്കായിട്ട് വരാറുള്ളത് അമേരിക്കയുടെ ദല്ലാളന്മാരാണ്. ഹെൻറി കിസിംഗറിൻ്റെയൊക്കെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതുമായിട്ട് ആലോചിക്കുമ്പോഴാണ്. ഇന്നിപ്പോൾ അമേരിക്കയ്ക്കൊന്നും അതിന് കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു, റഷ്യക്ക് കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു, ബ്രിട്ടന് കഴിയുന്നില്ല, മറ്റ് സോക്കോൾഡ് ലോകരാജ്യങ്ങൾക്കൊന്നും സാധ്യമല്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയും പ്രസക്തി. നരേന്ദ്രമോദി ഒരു ഗ്ലോബൽ ലീഡറാണെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇതിപ്പോൾ അദ്ദേഹത്തെ ഗ്ലോബൽ ലീഡറായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സമാധാനത്തിൻ്റെ ദൂതനായിട്ട് മറ്റൊരാൾക്കും കഴിയാത്ത വണ്ണം ഒരു കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടക്കുന്ന യുദ്ധമാണ്. അതിന് പരിഹാരം കാണാൻ നരേന്ദ്രമോദി അല്ലാതെ വേറൊരാളില്ല എന്നത് ലോകം സമ്മതിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. അതിനൊരു ചെറിയ കാര്യമല്ലാത്ത. ഇപ്പോൾ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു മോഡിയുടെ റഷ്യൻ വിസിറ്റ്, അതിന് ശേഷമുള്ള ഇപ്പോൾ ഉള്ള യുക്രൈൻ വിസിറ്റ്. അവിടെ മോഡി നടത്തിയ നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പം എനിക്ക് മുമ്പുള്ളവർ സൂചിപ്പിച്ചു, യുദ്ധമല്ല പരിഹാരം, യുദ്ധത്തിലൂടെയല്ല തർക്കങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്, സമാധാനത്തിലൂടെയാണ്. അത് ഇന്ത്യയുടെ മെസ്സേജാണ്, ഗാന്ധിജിയുടെ മെസ്സേജാണ്, ഭാരതം ലോകത്തിന് പണ്ട് മുതലേ നൽകി പോന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. അധർമ്മത്തിനെതിരായിട്ട് പോരാടണം, പക്ഷെ സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയണം എന്നുള്ള ഇന്ത്യയുടെ വളരെ പ്രാചീനമായ പരമ്പരാഗതമായിട്ടുള്ള മെസ്സേജാണ് അവിടെ യുക്രൈനിലും നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ളത്. ഇതേ മെസ്സേജ് നമ്മളാരും ശ്രദ്ധിച്ചില്ല അന്ന് അദ്ദേഹം റഷ്യയിൽ പോകുന്ന സമയത്ത്. റഷ്യയിലെ പുടിനോടും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പുടിൻ്റെ കയ്യിൽ നിന്നൊരു ബ്ലാങ്ക് ചെക്ക് വാങ്ങിയിട്ടായിരിക്കണം യുക്രൈനിലേക്ക് മോഡി വണ്ടി കയറിയത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് പരിസമാപ്തി വരാൻ, സമാധാനത്തിനുള്ള ഒരു വഴി കണ്ടെത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് ദൃശ്യമാകും, അത് അനുഭവവേദ്യമാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ യുദ്ധം വന്നത് മുതൽ ഇന്ത്യക്ക് മേൽ അനവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനവധി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യക്ക് മേൽ യൂറോപ്യൻ യൂണിയനും അതുപോലെ ഉള്ള രാജ്യങ്ങൾ പലതും, യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും റഷ്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. അവരുടെ ക്രൂഡ് ഓയിൽ വിൽപ്പന തടഞ്ഞു. ആ സമയത്ത് ഇന്ത്യ എടുത്ത നിലപാടെന്താ? ഞങ്ങൾക്ക് എവിടെ നിന്ന് എണ്ണ കിട്ടുന്നോ, വില കുറച്ച് കിട്ടുന്നോ, വി വിൽ ബൈ ഇറ്റ്. നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു നിലപാട് നമുക്കുണ്ടായിരുന്നു. നമ്മൾ ആർക്കും കീഴടങ്ങിയിട്ടല്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ റഷ്യയുടെ കൂടെ നിന്ന്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് യുക്രൈനിൽ പോയി സമാധാനത്തിൻ്റെ സന്ദേശം നൽകാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ മോഡി മുൻകൈ എടുക്കുന്നു എന്ന് യുക്രൈനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് ലോകത്തിന് നൽകുന്നൊരു വലിയ മെസ്സേജുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം ലോക ഭൂപടത്തിൽ, നയതന്ത്ര തലത്തിൽ നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയും സ്ഥാനം വളരെയേറെ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഈ സന്ദർശനം കാണിക്കുന്നത്. ഞാനൊക്കെ വിചാരിക്കുന്നത്, നമ്മളൊക്കെ കരുതേണ്ടതും ഈ 2 രാജ്യങ്ങൾക്കും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും അടുത്ത നാളുകളിൽ കഴിയണം. അതിന് മധ്യസ്ഥത വഹിക്കാൻ ഒരു പക്ഷേ ഇന്ത്യ ഉണ്ടാകും എന്നും കരുതേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യം.